എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, വേറൊന്നുമല്ല, നമുക്കൊരു ചെറിയൊരു പരിക്ക് പറ്റി. ചെറിയ പരിക്കെന്ന് പറയാനൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 2 ദിവസമായിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന 2-3 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴേ അച്ചുകുട്ടൻ ഓടി വന്നിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം എൻ്റെ മേത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ നിലത്തിരുന്നിട്ടാണല്ലോ നാമം ചെല്ലുക. അപ്പോൾ അവൻ്റെ തല വന്ന് കറക്റ്റ് എൻ്റെ മുഖത്തിൻ്റെ ഇടിച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ടങ്ങ് ഇടിച്ചിട്ട് പല്ലിൻ്റെ കൊണ്ടിട്ട് അകത്തുനിന്ന് മുറിഞ്ഞു. അപ്പോൾ കറക്റ്റ് ആ ചുണ്ടിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വീർത്തിരിക്കുമായിരുന്നു ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് കഴിഞ്ഞു. സ്കിൻ കെയർ ചലഞ്ച് ചെയ്ത ഉമയല്ല ജയ മഹേഷ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. വളരെ എഫക്റ്റീവാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു ജയ മഹേഷ് കമൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനിത് യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അംഗൻവാടി ചെന്ന് കഴിഞ്ഞപ്പോൾ അംഗൻവാടിയിലെ ടീച്ചർ എന്നോട് ചോദിച്ചു, ശ്രുതി നല്ല ചേഞ്ച് ഉണ്ടല്ലോ മുഖത്തിന്, എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ടീച്ചർ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് നല്ല വ്യത്യാസമുണ്ട്, മോൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ആ സമയത്ത് ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. ഫോൺ കൊണ്ടുപോയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് വരായിരുന്നു. അപ്പോൾ ഇത്തായിരുന്നു, ഇത്തായിക്ക് ഫേസ് ഒന്നും കാണിക്കാൻ അത്ര താല്പര്യമുള്ള ആളായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക റിസൾട്ടും എനിക്കും കിട്ടി. പക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ട് ആർക്കും വിശ്വാസം വരണമെന്നില്ല അല്ലേ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. 1 മാസം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു എന്താ പറയണേ, നമുക്ക് ഈ കളറ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം വരെയെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കും, നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. അതായത് നമുക്ക് എന്താ പറയണേ, ഇതെങ്ങനെ ഇത്ര കളർ വെച്ചു എന്ന് ആൾക്കാർ ചോദിക്കും എന്നുള്ളത് എനിക്ക് 101% ഉറപ്പുണ്ട്. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള പായ്ക്കുകളാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇപ്പോൾ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മളിപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലെമൺ അല്ലെങ്കിൽ ടൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മളൊരു 1-2 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ലാത്ത ബാക്കിയുള്ള പായ്ക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നും തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചലഞ്ചായിട്ട് ചെയ്ത കാരണം അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് എന്താ പറയുക കത്തി അടിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ കമൻറ്റ് താഴെ ഇട്ടുണ്ടാവും. അപ്പോൾ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിഡ് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്കിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകിൽ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ ഈ ജ്യൂസ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ധാരാളം വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മായ്ക്കുന്നതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസിൽ മോക്കുരു ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോക്കുരു മാറി കിട്ടാനും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ആ മോക്കുരു ഉള്ളവർ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ ഗ്രീൻ ടീയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവാണ്. 1 സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടുന്നത് അത് നമുക്ക് എടുക്കാം. ഇപ്പോൾ കടലമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കുന്നതിനും സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മായ്ക്കുന്നതിനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർവ് ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് ഞാനൊരു 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡ്രൈ സ്കിന്നുകാരാണ് എങ്കിൽ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ ഹണിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലോ ഫേസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക.
അപ്പോൾ ഇതാ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല തിക്ക ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്നാട്ടോ വീഡിയോ ചെയ്തത്. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള വീട്ടിലെ ടൈൽ ഒട്ടിക്കുന്ന കാരണം ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന റൂമിൽ നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് അടുക്കളയിലേക്ക് മാറി ഇരുന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും ആരും ശ്രദ്ധിക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്കിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 80% ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അതാ ഇതാണ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ആദ്യം യൂസിൽ തന്നെ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഇത്. നല്ല കിടു റിസൾട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എങ്കിൽ ഇത് ചെയ്താൽ മാത്രം മതി. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ വെള്ളം ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയൊരു മസാജിങ് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം അത്യാവശ്യം ഫേസ് ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കടലമാവാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും നമ്മൾ ഹണി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടാകും. എങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഇതാണ് റിസൾട്ട്. നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.